ജോസഫിനെ പോലെ ഒരാൾ, എ യങ് മാൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ്? ലൈക്ക് പാർട്ടിയാണോ, സ്വന്തമായിട്ടുള്ള ലോകത്തുള്ള ജീവിതമാണോ, എങ്ങനെയുള്ളൊരു ജീവിതമാണ്? ബിക്കോസ് ഞാൻ ജോസഫിനെ കാണുമ്പോൾ യു ഓൾവേസ് ഓൺ എ ഹൈ. ഓക്കെ, ഹൈ വിത്ത് ലൈഫ് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഒരു ഹാപ്പി ആയിട്ടുള്ള ആളാണ്. വെരി വെരി നൈസ് പേഴ്സൺ. ഐ ലൈക്ക് യു. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ്, അതെങ്ങനെയാണ്, ആ ജീവിതം എങ്ങനെയാണ്? ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടുപേരും ജോലി രാജിച്ചിരിക്കുന്ന ഒരാളല്ലോ. അതെ അതെ. എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് എൻ്റെ വർക്ക് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അത് രാവിലെ പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. പള്ളിയിൽ പോകുന്നത് ഒരു 15 മിനിറ്റ് നേരത്തെ പോവും. ഞങ്ങളുടെ അടുത്തൊരു കോൾബേ എന്നൊരു ആശ്രമമുണ്ട്. അവിടെ കുറച്ചൊക്കെ പ്രായമായ ആളാണ് വരുന്നത്. കുറേ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒപ്പം നമ്മൾ ഈ കുർബാന കാണുന്നത്. കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ഹായ് ജോസഫേ എന്തുണ്ട് വിശേഷം എന്ന് നോക്കി, ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, യു ആർ കിക്ക് സ്റ്റാർട്ടിങ് യുവർ ഡേ വിത്ത് സം ഗ്രേസ്. നമ്മളവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആ കുറച്ച് നേരത്തെ നടത്ത പലയിൽ വണ്ടിയിൽ വന്ന് അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ചിലപ്പോൾ ജിമ്മിൽ പോവും. ഒരു 7 to 8 ജിമ്മുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 9 to 12 എൻ്റെ സ്റ്റഡി ടൈമാണ്. സെമിനാറിൽ അങ്ങനെയായിരുന്നു. സെമിനാരിൽ എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള സിനിമ കാണുന്നത് സ്റ്റഡി. നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഒരു നല്ല സിനിമ കാണുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. മെയിലുകൾ ചെക്ക് ചെയ്യുന്ന എൻ്റെ സിനിമയുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. ബുക്കുകൾ വായിക്കുന്നത് ജോലിയുടെ ഭാഗമാണ്. ചില ചാറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ വർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം പെടും. അതെന്ത് ബ്യൂട്ടിഫുൾ, എന്ത് ബ്ലെസ്സിങ് ആണത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആണ് ഒരു സിനിമ കാണുന്നത്. 2 മണി 4 മണി ഏരിയയിൽ സിനിമ കാണാമെന്ന് കരുതും. പിന്നെ ഒരു ഗെയിം കുറച്ചൊരു അഡിക്ഷൻ ഉണ്ട്. എൻ്റെ ഒരു ഒള്ളി എൻ്റർടൈൻമെൻറ്റ് പ്ലേ സ്റ്റേഷനാണ്. പ്ലേ സ്റ്റേഷൻ 5 ഉണ്ട്. മകനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അറിയണ്ടായിരിക്കും, നമ്മൾ കൊടുത്തിട്ടില്ലേ? ഇല്ലില്ല. അപ്പോൾ ഫുട്ബോൾ കളി അത് ലെഗ് ഇഞ്ചുറി. ലെഗ് ഇഞ്ചുറി വന്നതിന് മറ്റേ സ്ഥിരം ഇതിനു വേണ്ടി പോവാറുണ്ട്, മറ്റേ കളിക്കാൻ ഔട്ട്ഡോർ പോവാറുണ്ട്. അപ്പം ഇത് ലെഗ് ഇഞ്ചുറി വന്ന പിന്നെ 3 തവണ അടുപ്പിച്ച് വന്നു. അത്രയും പാഷനേറ്റാണ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരെണ്ണം കഴിഞ്ഞ് ജസ്റ്റ് ഡോക്ടർ പറഞ്ഞതിന് ഒരു ദിവസം മുന്നേ പോയെങ്കിലേ ഉള്ളൂ. അതെ അല്ലേ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സ്പോർട്സ് വളരെ കൺസ്യൂം ചെയ്യുന്നതാണ്. ഫുട്ബോൾ ഫാനാണ് ഞാൻ. EPL, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ലാ ലീഗ, ബുണ്ടസ് ലീഗ, ഇപ്പോൾ MLS എന്ന് പറയും. മെസ്സിയുടെ അടുത്ത ഫാനായതുകൊണ്ട് ആപ്പിൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പുള്ളിയുടെ മാച്ചുകൾ കാണും. പിന്നെ മനുഷ്യരെ കാണണം, ടോക്ക് ഷോസ് ഉണ്ടാവും മാസത്തിൽ. ഇപ്പം നമ്മുടെ ചോയ്സാണ് എത്ര ടോക്ക് ഷോ എടുക്കണമെന്നുള്ളത് പോലും. പിന്നെ എഴുത്ത് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. എല്ലാം ഒരു കോണ്ടൻറ്റ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫ്രണ്ട്സിനെ കാണാൻ പോയിടയ്ക്ക് ചായ കുടിക്കാൻ പോകും. ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ലൈഫ് ഫിൽഡ് വിത്ത് ലവ് ആൻഡ് ഫ്രീഡം. ഇപ്പോൾ